അതുപോലെ ലൈംഗിക സമർപ്പണം, എന്താണ് സെക്സിന്റെ സമർപ്പണം. ചില ആണുങ്ങളുണ്ട് കല്യാണം കഴിച്ചാലും വിവാഹത്തിൽ ബലാത്സംഗം നടത്തുന്നവരാണ്. എങ്ങനെയുള്ള ആണുങ്ങളാ? എപ്പോഴും പകല് മുഴുവൻ പൂരപ്പാട്ട്, നിന്റെ അപ്പൻ ഓക്കൻ, നിന്റെ ആങ്ങള ഊളൻ, നിന്റെ അനീതിക്ക് വട്ട്, നിന്റെ അമ്മയ്ക്ക് പിച്ച്, നിന്റെ കുടുംബക്കാർക്ക് മുഴുവൻ ഭ്രാന്ത്, പകല് മുഴുവൻ കുറ്റം, രാത്രി പൊന്നേ തേനെ പാലേ വെമ്പേ കൂടെ കിടക്കാൻ കൂടെ പാടി, ഇങ്ങനെ വിളിക്കുന്ന ആണുങ്ങളുണ്ട്. അവൻ യഥാർത്ഥ ഭർത്താവെന്ന് പറയാൻ പറ്റുകയില്ല. ചില ആണുങ്ങളുണ്ട് ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ ബ്ലൂ ഫിലിം കാണാൻ നിർബന്ധിക്കുക, ഇഷ്ടമില്ലാത്ത ശാരീരിക വീഴ്ചയ്ക്ക് അറപ്പ് ഭാര്യയിലുണ്ടാകുന്ന ശാരീരിക ബന്ധങ്ങൾക്ക് നിർബന്ധിക്കുക. അത് പക്വതയില്ലാത്ത ഭർത്താവാണ്. അന്തസ്സുള്ള ഭർത്താവാണോ ഭാര്യയിൽ ആത്മാഭിമാന ബോധം ഉണർത്തും. എന്നിട്ട് അവർക്ക് തോന്നും ഈ ഭർത്താവിന് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഞാൻ സമർപ്പിക്കണം. അങ്ങനെ ഒരു വൈകാരിക തലം ഭാര്യയിൽ ഉണർത്തുന്നവനാണ് ഭർത്താവ്. ശാരീരിക സമർപ്പണം പോലെ പെണ്ണുങ്ങളുമുണ്ട്. ചില സ്ത്രീകളുടെ ഓർമ്മ 10 or 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യാഭർത്തൃ ബന്ധം പാടില്ലെന്ന. ഒരു സ്ത്രീ പറഞ്ഞ അച്ഛാ എനിക്ക് 58 വയസ്സ്, കെട്ടിയവൻ 62 വയസ്സായ അച്ഛാ. ഓ എൻ്റെ അച്ഛ 62 വയസ്സായെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഒരു തരി ഗുണാമണ ഇടപാടാച്ചാന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീയുടെ ഓർമ്മ 62-ാം വയസ്സിൽ ആണുങ്ങളുടെ വികാരങ്ങൾ തീർന്നു പോയെന്ന്. ഇന്ന് കുടുംബദിനത്തിൽ ഓർക്കുക പ്രിയ സഹോദരിമാരെ, ആണുങ്ങൾക്ക് ശാരീരിക ലൈംഗിക വികാരം എത്ര വയസ്സ് വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയുന്നതാണ് കണക്ക്. ഇങ്ങനെയുള്ള വികാരം ആണുങ്ങളെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ കാണും. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്ന അറിയുക. ചില സ്ത്രീകളെ കാണാം കണക്ക് പറഞ്ഞാണ് ഭർത്താവിനോട് ബന്ധം. ചില സ്ത്രീകൾ പറയും തിങ്കളാഴ്ച വിശുദ്ധന്മാരുടെ ദിവസം, ചൊവ്വാഴ്ച മോശം ദിവസം, ബുധനാഴ്ച യോസേപ്പിതാവിനുള്ള പ്രത്യേക ദിവസം, വ്യാഴാഴ്ച കാവൽമാലാഖയുടെ ദിവസം, വെള്ളിയാഴ്ച ഉപവാസ ദിവസം, ശനിയാഴ്ച കന്യാമറിയത്തിന്റെ ദിവസം, ഞായറാഴ്ച അവധി ദിവസം. പിന്നെ ഏത് ദിവസമാണ് ഭർത്താവിനുള്ള ദിവസം? ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ പെണ്ണുങ്ങളുടെ ദിവസം നോക്കിയാൽ ദിവസം നോക്കാത്ത പെണ്ണുങ്ങളെ തേടി ആണുങ്ങൾ 10 or 150 രൂപയായിട്ട് പോയാൽ ആണുങ്ങളെ പഴിക്കരുത്. അത് കേട്ട പാടിൽ ചേട്ടൻ പറയാം എഴുന്നേറ്റിട്ട് അച്ഛൻ ഏത് കാട്ടിൽ നിന്നാ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ അച്ഛാന്ന് ചോദിച്ചു. എൻ്റെ അച്ഛ പണ്ടാ 150, ഇപ്പം 300 പറഞ്ഞു. ഇതാണ് കാലം. അപ്പോൾ ലൈംഗിക സമർപ്പണം, 1 സാമ്പത്തിക സമർപ്പണം, 2 ആത്മീയ സമർപ്പണം, 3 ശാരീരിക സമർപ്പണം. സമർപ്പണത്തിന്റെ 3 മേഖലകൾ. ഇപ്പൊ സമർപ്പണം വേണം കുടുംബം സ്വർഗമാണെങ്കിൽ. ഇപ്പൊ 1 സ്വാതന്ത്ര്യം, 2 സുരക്ഷിതത്വം, 3 സാമീപ്യം, 4 സംതൃപ്തി, 5 സമർപ്പണം. സാമ്പത്തിക സമർപ്പണം, ആത്മീയ സമർപ്പണം, ശാരീരിക സമർപ്പണം. 6 സമാധാനം. കുടുംബത്തെ സ്വർഗമാക്കുന്ന 6ാമത്തെ തൂണാണ് സമാധാനം. കുടുംബത്തെ ദേവാലയമാക്കുന്ന 6ാമത്തെ തൂണ് സമാധാനം. എന്തെല്ലാം വേദനയുണ്ടെങ്കിലും ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും സ്വന്തം വീട്ടുകാരുടെയും സമാധാനം തകർക്കുന്ന ഒരു വാക്കും ഭർത്താവ് സംസാരിക്കരുത്. ഒരു സ്ത്രീക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും കെട്ടിയവന്റെ വീട്ടുകാരുടെയും കുറ്റം പറഞ്ഞ് സ്വന്തം അപ്പനമ്മമാരുടെ അടുക്കിലേക്ക് ഓടരുത്. തൊണ്ട പുഴുത്തോ ഞുണഞ്ഞിറക്കുക. ലോകത്താരോടും പറയരുത്. എത്ര സഹിക്കേണ്ടി വന്നാലും സമാധാനം തകർക്കരുത്. ഭർത്താവിന്റെ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും അകറ്റുന്ന, പെങ്ങന്മാരിൽ നിന്നും സഹോദരന്മാരിൽ നിന്ന് അകറ്റുന്ന ഒരു ഭാര്യയായിരിക്കരുത്. ഭാര്യയെ ഒരിക്കലും ഇനി ഭാര്യ വീട്ടുകാരുമായി ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞ് മുറിക്കുന്ന ഒരു ഭർത്താവായിരിക്കരുത്. മനസ്സമാധാനം വേണം, കുടുംബസമാധാനം വേണം. കുടുംബത്തിൽ അങ്ങനെയുള്ള അന്തരീക്ഷം നമുക്ക് ആവശ്യമാണ്. ചില പെണ്ണുങ്ങളെയും മറ്റുമൊക്കെ കാണാം കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അമ്മായിമ്മയ്ക്ക് മകന്റെ ഭാര്യയോട് പോര്, ചില മരുമകളുമാർക്ക് ഭർത്താവിന്റെ അമ്മയോട് പിണക്കം. ചില പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് 6ാം മാസം നമ്മുടെയൊക്കെ നാട്ടിൽ പുതച്ചു മൂടി കിടക്കും. രാത്രി 11-ന് ഭർത്താവിന്റെ ചെവി ചെന്ന് തവള കാറാൻ തുടങ്ങും. നിങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ മഴ പെയ്യുമ്പോൾ തവള കാർന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാ തവള കാറുക? മേക്രോ മേക്രോ ക്രോ മേക്രോ മേക്രോ ക്രോ, ഇങ്ങനെയാണ് തവള കാറുക. ചില പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് 6ാം മാസം ഭർത്താവിന് ചെവി ചെന്ന് തവള കാറും. എന്താ കാറുക? ചേട്ടാ വേറെ പാം, മാറിപ്പാം, ഇപ്പം പാം, മേക്രോ മേക്രോ ക്രോ. എന്തോ ഒരു കാര്യം കുടുംബത്തില്. ഇവിടെയാണ് സമാധാനം തകർക്കുന്ന ഒരു ഭാര്യയാകരുത്, സമാധാനം തകർക്കുന്ന ഒരു ഭർത്താവായിരിക്കരുത്. കുടുംബത്തിൽ സമാധാനം വേണം. ചിന്തകളെ അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞതുകൊണ്ട് 7ാമത് കുടുംബത്തെ സ്വർഗമാക്കുന്ന, ദേവാലയമാക്കുന്ന അവസാനത്തെ തൂണാണ് കുടുംബത്തിൽ സ്നേഹം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക എഫേസ്യസ് ലേഖനം 5-ാം അധ്യായത്തിൽ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുവിൻ, ഭർത്താക്കന്മാരെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കുവിൻ. ഈ സ്നേഹം ഉള്ളി വെച്ചാൽ പോലെ പ്രകടിപ്പിക്കണം. ചില ആണുങ്ങൾക്കൊരു ഓർമ്മയുണ്ട്, സ്നേഹം കാണിച്ച പെങ്കോന്തനാന്ന് വിളിക്കും. അതുകൊണ്ട് മുഖം വീർപ്പിച്ചിരിക്കുന്ന മിടുക്ക് ഒരിക്കലും കരുതിയേക്കരുത്. ഒരു തള്ള പറഞ്ഞു എൻ്റെ അച്ഛൻ എനിക്കൊരു മോൻ, ആ മോന് 5 ഭാഷ അറിയാം. മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് 5 ഭാഷ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അവന് ഊമന, വർത്താനം പറയില്ല. 5 ഭാഷ ഊമനായ പിന്നെ കാര്യമുണ്ടോ? ഒരിക്കൽ ദമ്പതിമാരെ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, അച്ഛാ
എന്റെ കെട്ടിയവൻ എന്നോടല്ല ഇഷ്ടം. അദ്ദേഹം 25 ഏക്കർ റബ്ബർ തോട്ടത്തെയും ഒരു മാരുതിക്കാരനെയാണ് കെട്ടിയിരിക്കുന്നത്. എന്റെ കൂടെ മാസത്തിൽ 2 ദിവസം പോലും താമസിക്കുകയില്ല. ഞാൻ പറഞ്ഞു, പൊന്നു മനുഷ്യ, ഭാര്യയ്ക്ക് ഇങ്ങനെ പരാതിയുണ്ട്, അല്പമൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ട. ഉടനെ അവൻ പറഞ്ഞു, പൊട്ടി, അവൾക്ക് വല്ല വിവരം ഉണ്ടാച്ചാ, അവൾക്ക് എന്നാത്തിൻ്റെ കുറവാച്ചാ? 10 ഷീറ്റ് അവളുടെ പേരിൽ, ഒരു അംബാസഡർ കാറ്, സമർത്ഥനായൊരു ഡ്രൈവർ, ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അതാ കുറവ്, ഡ്രൈവർ പോരാ, നീ തന്നെ വീട്ടിൽ വേണം, ഇതാണ് പ്രശ്നമെന്ന് പറയാ. അപ്പൊ കുടുംബത്തിൽ ഈ സ്നേഹം കൊടുക്കാൻ പഠിക്കണം. സ്നേഹത്തിന്റെ ബാലപാഠങ്ങൾ കൊടുക്കാൻ പഠിക്കുക. ഓർത്ത് നോക്കിക്കേ, സ്നേഹിക്കുന്ന ഭർത്താവുണ്ടോ ഭാര്യ ഏത് കുരിശും ചുമക്കും. സ്നേഹിക്കുന്ന ഭാര്യയുണ്ടോ ഭർത്താവ് ഏത് ഭാരവും എടുക്കും. ഒന്ന് ഓർത്ത് നോക്കുക, സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് 5 മൈൽ നടന്നാലും തോന്നും 500 മീറ്ററേ ആയിട്ടുള്ളൂ. ഉരുമി സ്നേഹത്തിൽ പോകുമ്പം ഏത് മലയാറ്റൂർ മല കയറിയാലും തോന്നും, ഏത് കുന്ന് കയറിയാലും തോന്നും അല്പം പോലും കയറിയിട്ടില്ല, ഒരുമിച്ചാ പോക്ക്. ഏത് പാവയ്ക്കാ തിന്നാലും കയ്പില്ല, ഏത് പുളി കടിച്ചാലും പുളിപ്പില്ല, ഒരു പ്രശ്നവും ഇല്ല. 25-ാം വയസ്സിൽ ഒരു സ്ത്രീ മോനെ പ്രസവിച്ചു. മോൻ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ അപ്പം മരിച്ചു. അമ്മ മോനെ വളർത്തി, എരുമയും പശുവിനെയും വളർത്തി. ഇഷ്ടം പോലെ ഈ പശുവിനും എരുമയ്ക്കും പരുത്തിക്കുരു പുഴുങ്ങി കൊടുത്തു, ഓക്കെ കലക്കി കൊടുത്തു, പിണ്ണാക്ക് ഒടിച്ചു കൊടുത്തു, തവിട് അടിച്ചു കൊടുത്തു, ഇഷ്ടംപോലെ പാല് വിറ്റ് കാശുണ്ടാക്കി. ഈ മോൻ ഇങ്ങനെ വളർന്നു വന്നു. അവന്റെ സകലമാന തുണിയും തള്ള അലക്കി കൊടുക്കും. അവന്റെ 25-ാം വയസ്സിൽ അമ്മ ഇവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചു. മിടുക്കി പെണ്ണ്, മാലാക പെണ്ണ്. അവള് വന്നിട്ടും അവിടെ സകലമാന തുണിയും തള്ള തന്നെ അലക്കി കൊടുക്കും. ഒരു പണിയും ചെയ്യേണ്ട. ഈ പരുത്തിക്കുരു പുഴുങ്ങിയത് പശുവിന് എടുത്ത് കൊടുത്തോണം, ചോറും കറിയും വിളമ്പി കൊണ്ടുപോകണം, ഒന്നും ചെയ്യേണ്ട. ഇവനോ അമ്മ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുക, പൈസ കൊണ്ട് ചെന്ന് സാധനം മേടിച്ചു കൊടുത്താൽ മതി. പക്ഷെ 6 മാസമായിട്ടും ഇവക്ക് ഒരാഗ്രഹം നടക്കുന്നില്ല. മുട്ടി ഒരുമിച്ചിരുന്ന് ഒരു വാ ചോറുണ്ണണം. ഇവനൊരാഗ്രഹം ഒരു ഉരുളി ഇവിടെ വായി കൊടുക്കണം, അവക്കൊരാഗ്രഹം ഇവന്റെ വായി കൊടുക്കണം. ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ തള്ള നടുക്കോട് കയറിയിരിക്കും, ഉരുള തന്നെ പോവും, വാ മാറിപ്പോവും, പിന്നെ എങ്ങനെ കൊടുക്കാനാ? അങ്ങനെ 6 മാസം കഴിഞ്ഞ് ഒരു ദിവസം ഇവൻ 6 മണിക്ക് അങ്ങാടി സാധനം മേടിക്കാൻ പോയി. തള്ള പശുവിനുള്ള പരുത്തിക്കുരു പുഴുങ്ങി വെച്ചു, ഓക്കെ കലക്കി വെച്ചു, പിണ്ണാക്ക് ചേർത്ത് വെച്ചു, ചോറും കറിയും തയ്യാറാക്കി വെച്ചു. അപ്പം തള്ള പറഞ്ഞു, മോളെ ഇത് നീ വിളമ്പി എടുത്തോണം കേട്ടോ എന്ന്. പെട്ടെന്ന് തള്ളയ്ക്ക് ഒരു തലകറക്കവും തൊണ്ടയ്ക്ക് വേദനയും. തള്ള പറഞ്ഞു, എന്റെ തല കറങ്ങുന്നു, തൊണ്ടയ്ക്ക് വേദന, കാലുറയ്ക്കുന്നില്ല, കിടക്കാൻ പോവാ. അവൾ പറഞ്ഞു, അമ്മയ്ക്ക് വിളമ്പി തന്നിട്ട് കിടന്നാൽ പോരെ. എങ്ങനെ വിളമ്പാനാടി, കാലുറയ്ക്കുന്നില്ല. അവൻ വരുമ്പം പശുവിനുള്ള പരുത്തിക്കുരുവ് പിടി എടുത്തു കൊടുത്തോണം, ചോറും കറിയും വിളമ്പി കൊണ്ടുപോകണം, ഞാൻ കിടക്കാൻ പോവാ. തള്ള മുറിക്കകത്ത് കയറി മുറി പൂട്ടി. ഇവള് സന്തോഷം കൊണ്ട് ചാട്ടം ചാടിയിട്ട് പെരയുടെ ഓടും തള്ളിക്കൊണ്ടാ പെണ്ണ് പൊങ്ങിപ്പോയത്. ഇന്ന് മുട്ടിയിരുന്ന് ഉണ്ണാവല്ലോ. പെട്ടെന്ന് കരണ്ട് പോയി, മഴ തുള്ളാൻ തുടങ്ങി. 7:15 ഭർത്താവ് 2 പാക്കറ്റ് ചെറിയ മെഴുകുതിരിയായിട്ട് വന്നു. അവള് പറഞ്ഞു, ചേട്ടാ അമ്മയ്ക്ക് തലകറക്കം, തൊണ്ടയ്ക്ക് വേദന, നമുക്ക് മുട്ടി ഒരുമി ഒന്ന് ഉണ്ണണം. ഇവരെന്ത് ചെയ്തു, 2 ചെറിയ മെഴുകുതിരി മേശപ്പുറത്ത് കത്തിച്ച് വെച്ചു. മെഴുകുതിരി കത്തിച്ച് പുറത്ത് ചെന്ന് 2 മാങ്ങ തല്ലി താഴെയിട്ടു, തേങ്ങ ഉടച്ചു, മുളക്, ഉള്ളി, തേങ്ങ, ഈ മാങ്ങ ഇതെല്ലാം കൂടെ നല്ല ചമ്മന്തി ഉണ്ടാക്കി പാത്രത്തിൽ നിരത്തി വെച്ചു. മേശപ്പുറത്ത് എടുത്തു വെച്ചു. 1 കുടം വെള്ളം കൊണ്ടുവന്ന് വെച്ചു. 2 ഗ്ലാസ് അടുപ്പിച്ച് വെച്ചു. 2 പ്ലേറ്റ് ഉരുമിയിട്ടു. 2 കസേര ഒന്നിനുമേൽ ഒന്നായിട്ട് മുട്ടിച്ചിട്ടു. എന്നിട്ട് 2 പേരും കൂടെ മങ്ങിയ തിരിയും കൂടെ അകത്ത് ചെന്ന് 1 കലം ചോറ് കൊണ്ടുവന്ന് വെച്ച് വിളമ്പി ഉണ്ണാൻ തുടങ്ങി. 8:30 മുതൽ 10:30 വരെ ഇവനെ നുരുട്ടി ഇവിടെ വായിൽ, ഇവിടെ നുരുട്ടി ഇവന്റെ വായിൽ, ഇടയ്ക്ക് സപ്പോർട്ടായിട്ട് തേങ്ങാ മാങ്ങ ഉള്ളി ചമ്മന്തി നാക്കയിലും അണ്ണാക്കയിലും തേച്ച് കൊടുത്തു. അങ്ങനെ 10:30 വരെ ഉണ്ടു. 10:30 ആയപ്പോൾ അവസാനത്തെ ചോറും തീർന്നു, അവസാനത്തെ ചമ്മന്തി തീർന്നു, അവസാനത്തുള്ള വെള്ളവും തീർന്നു. കൈ നീട്ടി പഠിച്ച് നോക്കി ഏമ്പക്കവും വിട്ട് ഇവർ എഴുന്നേറ്റ് പോകുമ്പോൾ ഈ മരുമോള് പ്രാർത്ഥിച്ചു, ദൈവമേ അമ്മായിമ്മ മരിച്ചില്ലേലും തൊണ്ടയ്ക്ക് വേദന 1 മാസക്കാലം തുടരണേ. തള്ള സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ നല്ല കതിനാക്കുറ്റി പോലെ തള്ള ചെയ്താ പൊങ്ങി വരുന്നു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പഴയ കഞ്ഞിക്കകത്ത് മോര് പൊടിച്ച് മുളകും ഞെരടി കരിവേപ്പിലയും തിരുമ്മി കഴിക്കാൻ. തള്ളി വെച്ച് പഴയഞ്ചോറുണ്ടോ ഓടി. എൻ്റെ അമ്മ മുഴുവൻ തീർന്നു. എന്നാ വട്ടിവയറാടി, 1 കരം ചോറ് മൊത്തം തീർന്നു. എൻ്റെ അമ്മ മുട്ടി ഉരുമി ഉണ്ടപ്പം തീർന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാ നീ പോയി കുറെ ഉണക്ക ഓല കൊണ്ടുവരാൻ പറഞ്ഞു. ചൂട്ട് അടുപ്പി തീ കത്തിക്കാൻ വേണ്ടി, കാപ്പി അനത്താൻ വേണ്ടി. ഇവിടെ ഉണങ്ങിയ ഓല പെറുക്കാൻ പോയപ്പോഴത്തേക്കുണ്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ഓല കൊണ്ടുപോയിട്ടു. തള്ള പറഞ്ഞു, എന്നുപോലാടി നീ എന്നോട് നുണ പറയാൻ തുടങ്ങി. എന്നാ അമ്മേ നീലടി പറഞ്ഞ മുഴുവൻ തീർന്നു. അതെ, എവിടെ ആടി മുഴുവൻ തീർന്നു, ഇങ്ങോട്ട് വാടി. ചോറും കലത്തിന് മൂടച്ചട്ടി പൊക്കിയപ്പം 1 കലം ചോറ് അതുപോലെ ഇരിക്കുന്നു. തലേ രാത്രി സ്നേഹത്തിന്റെ തിരതള്ളലിൽ ഈ തേങ്ങാമാങ്ങ ചമ്മന്തി കൂട്ടി കഴിച്ചു തീർത്തതാ. പക്ഷെ എന്നാ പറ്റി, മുട്ടി ഉരുമി മങ്ങിയ വെട്ടത്തിൽ വിളമ്പിയത് അറിഞ്ഞില്ല, കലം മാറിപ്പോയി. പശുവിന് കൊടുക്കാൻ പുഴുങ്ങി വെച്ച പരുത്തിക്കുരുവിന്റെ കലവാ കോരി വിളമ്പിയതും ഉരുട്ടി ഉണ്ണുന്നതും അടിച്ചകത്തോട്ടാക്കുന്നതും. അതുകൊണ്ടാണ് പറയുക, ദമ്പതിമാരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. സ്നേഹം ഉള്ളിടത്ത് രുചിഭേദം അറിയുകയില്ല, ഭാരം അറിയില്ല, കുരിശറിയില്ല, ഒന്നും അറിയില്ല. അവിടെയാണ് പറയുക, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറുവാൻ ദൈവമായ കർത്താവ് നമ്മളെ വിളിക്കുന്നു.
അതിന് നമ്മൾ കേട്ട ഈ ചിന്തകൾ 2009 ഒക്ടോബർ മാസമൊക്കെ അവസാനിച്ച് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കേട്ട ചിന്തകൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ സമർപ്പണ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ചിന്തകളെ ദൈവതിരുസന്നിധിയിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ദൈവാനുഗ്രഹം യാചിച്ചുകൊണ്ട് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മളെല്ലാവരെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുക്കാം. സകല അനുഗ്രഹവും നല്ല ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ സമൃദ്ധമായി വർഷിക്കട്ടെ.